നമസ്കാരം. ഓണത്തിന് 2 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ തീരുമാനം. 5 മാസത്തെ പെൻഷൻ കുടിശ്ശികയിൽ നിന്ന് ഒരു ഗഡുവും നടപ്പു മാസത്തെ പെൻഷനുമാണ് നൽകുന്നത്. ഓണക്കാലത്തെ ചെലവുകൾക്ക് മുന്നോടിയായി 3000 കോടി രൂപയാണ് ധനവകുപ്പ് കടമെടുക്കും. ഓണക്കാല ചെലവിന് കേന്ദ്രം കനിയണം. ഓണക്കാലത്ത് 2 മാസത്തെ പെൻഷൻ കൊടുക്കാനാണ് സർക്കാർ തീരുമാനം. 60 ലക്ഷം പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവാണ് 3200 രൂപ വീതം ഈ മാസം അവസാനത്തോടു കൂടി എത്തിത്തുടങ്ങും. 1800 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തുന്നത്. 5 മാസത്തെ കുടിശ്ശികയിൽ നിന്ന് 2 മാസത്തെ സാമ്പത്തിക വർഷവും ബാക്കി 3 മാസത്തെ അടുത്ത സാമ്പത്തിക വർഷവും കൊടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതനുസരിച്ച് ഓണക്കാലത്ത് 1 മാസത്തെ കുടിശ്ശിക കൂടി ചേർത്ത് നടപ്പു മാസത്തെ പെൻഷൻ അനുവദിക്കാൻ ഓണക്കാല ചെലവുകൾക്കായി 5000 കോടി രൂപ വേണമെന്നും ഏകദേശം കണക്ക്. ഡിസംബർ മാസം വരെ കേന്ദ്ര സർക്കാർ അനുവദിച്ച കടമെടുപ്പ് പരിധിയിൽ ബാക്കിയുള്ളത് 7000 കോടി രൂപയാണ്. ഇതിൽ നിന്ന് 3000 കോടി കടമെടുത്ത് ക്ഷേമ പെൻഷൻ കൊടുക്കുകയും അത്യാവശ്യ ചെലവുകൾക്ക് തുക അനുവദിച്ചു തുടങ്ങുകയാണ് തീരുമാനം. കേരളത്തിന് അനുവദനീയമായ സാമ്പത്തിക സഹായത്തിൽ ഈ വർഷം 10000 രൂപ കോടിയോളം കുറവുണ്ട് വന്നിട്ടുണ്ട്. കണക്ക് പറയുന്നത് ഇതാവശ്യപ്പെട്ട് കേന്ദ്ര മന്ത്രാലയത്തിന് കത്ത് അയച്ചിട്ടുണ്ട്. ഓണക്കാല ചെലവുകൾ കടന്നുകൂടാൻ പെൻഷൻ തുകയ്ക്ക് പുറമെ 5000 കോടിയെങ്കിലും വേണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു.